ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുകയാണെങ്കിലും അതുപോലെ പൂന്തോട്ടം പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് പലപ്പോഴും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവി വിഭാഗമാണ് ഒച്ചുകൾ. ഒച്ചുകൾ നമ്മുടെ തോട്ടത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിട്ടുപോകാൻ അല്പം മടി കാണിക്കുന്ന ഒരു ജീവി വിഭാഗം കൂടിയാണ്. അപ്പോൾ തോട്ടത്തിൽ ഒരു ഒച്ച് കയറിയാൽ തന്നെ പെറ്റി പെരുകയും പിന്നീട് അത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിട്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒച്ചുകൾ പൊതുവായിട്ട് നമ്മുടെ തോട്ടത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉപ്പ് തളിക്കുക, അതുപോലെ തുരിശ് പ്രയോഗമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. തുരിശ് പ്രയോഗിച്ച് കഴിഞ്ഞാലും ഇവയെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇവ പകൽ സമയങ്ങളിൽ മണ്ണിനടിയിലും അതുപോലെ ഗ്രോ ബാഗിനടിയിലൊക്കെ പോയിരുന്നിട്ട് പിന്നെ രാത്രി സമയങ്ങളിലാണ് ഇവ ഒട്ടുമിക്കാലും ഒച്ചു വർഗ്ഗങ്ങളും പുറത്തിറങ്ങുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒച്ചു വിഭാഗമാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. 1847 ആഫ്രിക്കൻ ഒച്ചുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. 1955 കേരളത്തിലേക്ക് ഇത് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ കേരളത്തിൽ ഇടുക്കി ജില്ല ഒഴിവാക്കി കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്ന ഒരു ഒച്ചു വിഭാഗമാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. പൊതുവെ നമ്മളെ നേരിട്ട് ഉപദ്രവിക്കില്ലെങ്കിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശരീരത്തിന് അകത്ത് വളരുന്ന ചില പ്രത്യേക വിരകൾ ഗുരുതരമായിട്ട് നമുക്ക് ദോഷം ചെയ്യുന്ന വിരകളാണ്. അവ നമ്മുടെ ശരീരത്തിനകത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വഴി അവ തലച്ചോറിലേക്ക് എത്താനും അവിടെ പിന്നെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈസ്നോഫിലിക് മെനഞ്ചൈറ്റിസ് പറഞ്ഞിട്ടൊരു രോഗം. അപ്പോൾ ഈ വിരകൾ നമ്മുടെ ശരീരത്തിനകത്ത് തലച്ചോറിൽ എത്തിയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ ചെറിയ കുട്ടികളിലേക്കാണ് ഈസ്നോഫിലിക് മെനഞ്ചൈറ്റിസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം കുട്ടികൾ ഈ ഒച്ചിനെ കാണുമ്പോൾ എടുക്കുകയും കൈകാര്യം ചെയ്യും, പിന്നെ അതിനെ വെച്ച് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ശരീര സ്രവങ്ങൾ വഴി ഈ കുട്ടികളുടെ ശരീരത്തിനകത്തേക്ക് വിരകൾ കടക്കാനും അത് കുട്ടികളുടെ ശരീര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ആഫ്രിക്കൻ ഒച്ചുകൾ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ കാണുന്ന മറ്റുള്ള ഒച്ചുകളിലും ഇതുപോലെ വിരകൾ ഇതിന്റെ ശരീരത്തിൽ ഉണ്ടാകും. കാരണം എലികളിൽ വളരുന്ന പ്രത്യേകതരം വിരകളാണ് ഈ ഒച്ചുകൾക്കകത്ത് കാണപ്പെടുന്നത്. കാരണം എലികളുടെ കാഷ്ടം കഴിക്കുക വഴിയാണ് ഈ ഒച്ചുകളിലേക്ക് ഇത്തരം വിരകൾ കയറി പറ്റുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റുള്ള ഒച്ചുകളും ഇതുപോലെ എലികളുടെ കാഷ്ടം കഴിക്കാനും അതുപോലെ നമ്മുടെ പൂന്തോട്ടങ്ങളിലേക്ക് കയറി പറ്റാനും പൂക്കൾക്ക് മുകളിലൂടെ സഞ്ചരിക്കും, അതുപോലെ പച്ചക്കറികൾക്ക് മുകളിലൂടെയൊക്കെ സഞ്ചരിക്കും. പ്രത്യേകിച്ച് ചീര അതുപോലുള്ള സാധനങ്ങൾ മുകളിലൂടെയൊക്കെ എപ്പോഴും രാത്രി സഞ്ചരിക്കുന്ന ജീവികളാണ് ഒച്ചുകൾ. അപ്പോൾ നമ്മൾ സാലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും നല്ലതുപോലെ കഴുകിയ ശേഷം മാത്രം അവ കഴിക്കുക. പച്ചക്ക് കഴിക്കുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ വളരെയധികം കഴുകിയ ശേഷം മാത്രം കഴിക്കുക. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളിലെ ഓർഗാനിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പച്ചയ്ക്ക് കഴുകാതെ എടുത്ത് കഴിക്കുന്ന ആളുകൾ പലരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ തോട്ടത്തിൽ ഒച്ചുകളൊക്കെ വല്ലാതെ വിഹരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഗ്ലൗസ് ഇട്ട ശേഷം മാത്രം ഒച്ചുകളെ പിടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ തുരിശ് പ്രയോഗമൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. തുരിശ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും ഒച്ചിനെ ഒഴിവാക്കിയെടുക്കാൻ പറ്റില്ല. 1 or 2 കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിനെ എടുത്തിട്ട് നശിപ്പിച്ച് കളയേണ്ടതുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും ഒച്ചുകൾ കിണറ്റിലോട്ടൊക്കെ വീഴാറുണ്ട്. അപ്പോൾ കിണറ്റിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒച്ചുകളുടെ ശരീരത്തിൽ നിന്ന് ഈ വിരകൾ പുറത്തേക്ക് വരികയും വെള്ളത്തിൽ കലരുകയൊക്കെ ചെയ്യും. വെള്ളം നമ്മൾ തിളപ്പിക്കാതെ കുടിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഈ വോംസ് കയറാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ പച്ചക്കറി നമ്മൾ വേവിക്കാതെ കഴിക്കുമ്പോൾ വളരെ നന്നായിട്ട് കഴുകിയ ശേഷം മാത്രം കഴിക്കുക. പൂക്കളൊക്കെ കുട്ടികൾ പറിച്ച് വായിലിടുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ ഒച്ചുകൾ നമ്മളെ തോട്ടത്തിൽ നിന്ന് മാക്സിമം അകറ്റി നിർത്താനും ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.